ഹായ് ഹലോ നമസ്കാരം. മഴതോറും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഴതോറും മുൻപേയിലെ ഇപ്പോൾ കഥ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പോലീസിന്റെ വരവ്. അലീന പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് അലീന റൂമിലുള്ള സാധനങ്ങളെല്ലാം, രോഹിത്തിൻ്റെതായിട്ടുള്ള എക്സ്ട്രാ ഫോണ്, പെൻഡ്രൈവ്, അനാവശ്യമായിട്ടുള്ള ബുക്കുകൾ, അങ്ങനെ സഹിതം എല്ലാം തന്നെ അലീന മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അലീന ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അലീനയുടെയും പിന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു. പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് അലീനയുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന പാടെ തന്നെ കുറേ നേരം ഹോൺ അടിച്ചു. അപ്പൊ അലീന നോക്കിയപ്പോൾ പോലീസാണെന്ന് മനസ്സിലായി. കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി വേണ്ട, കതക് തുറക്കണ്ട, ഗേറ്റ് തുറന്നു കൊടുക്കണ്ട എന്ന്. പക്ഷെ അതങ്ങനെയല്ല, ശരിയല്ല, പോലീസുകാരാണ്, അപ്പൊ അവര് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും വന്നത്, പിന്നെ അത് വലിയ പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അലീന തന്നെയാണ് ഗേറ്റ് തുറന്നു കൊടുത്തത്. തുറന്നു കൊടുത്തതിന് ശേഷം പോലീസുകാർ അകത്തേക്ക് വന്നു. അകത്ത് വന്ന പാടെ തന്നെ അലീനയോട് ദേഷ്യപ്പെട്ടു. അതെന്താ കതക് തുറക്കാത്തത്, എത്ര നേരം കൊണ്ട് ഞങ്ങൾ ഹോൺ അടിക്കുന്നു, ഗേറ്റ് എന്താ തുറക്കാത്തത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അകത്തേക്ക് പോവുകയും അകത്ത് ചെന്നതിന് ശേഷം ഇവിടെ ആരൊക്കെയുണ്ട്, അതായത് രോഹിത്തിന്റെ റൂം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും അലീന കൃത്യം മറുപടി പറയുന്നുണ്ടെങ്കിലും പോലീസ് ആ എസ് ഐ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടാണ്, ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അലീനയോട് സംസാരിക്കുന്നത്. രോഹിത്തിന്റെ റൂം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മുകളിലാണെന്ന് പറഞ്ഞു. ഏതാ, ആകാശത്താണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടുകൂടി ചോദിച്ചു. എന്നാൽ അപ്സ്റ്റെയറിലാണെന്ന് പറഞ്ഞപ്പോൾ ഏത് റൂമാണ്, എത്ര റൂമുണ്ടെന്ന് ചോദിച്ചപ്പോൾ 3. ഏത് റൂമാണെന്ന് ചോദിച്ചപ്പോൾ 2ാമത്തെ റൂമാണെന്ന് പറഞ്ഞു. എന്നാൽ ഓരോ റൂമിനും നമ്പർ ഉണ്ടോ, ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോലീസുകാർ ദേഷ്യപ്പെട്ടു. എന്നിട്ട് കൃഷ്ണയെ പറഞ്ഞു വിട്ടു. കൃഷ്ണയെ പോലീസ് അവിടുത്തെ ആ ഒരു കോൺസ്റ്റബിള്, വനിതാ കോൺസ്റ്റബിളിന്റെ കൂടെ പറഞ്ഞു വിടുകയും എന്നിട്ട് രോഹിത്തിന്റെ റൂമിൽ കയറുക. അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, രോഹിത്തിന്റെ പെൻഡ്രൈവോ മയക്കുമരുന്നോ എന്തൊക്കെ തെളിവിന് കിട്ടുമോ അതെല്ലാം എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ താൻ പോകാം എന്ന് അലീന പറയുമ്പോഴും അലീന പോകാൻ പാടില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇവിടത്തെ രോഹിത്തും പിന്നെ ഹരിശങ്കറും കൂടി ചേർന്നിട്ട് നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അലീന അതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും അവർക്കൊരു തൃപ്തിയായിട്ടുള്ള മറുപടിയല്ല. പോലീസുകാരെല്ലാം താഴെ വന്നപ്പോൾ തന്നെ രോഹിത്തിന്റെ റൂമിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിന്റെ ആ ഒരു അതായത് ഇപ്പൊ നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ, നീ എന്തിനാണ് ഇവിടെ വന്നത്, നിന്നോട് അവർ മോശമായിട്ട് പെരുമാറിയോ, അതായത് അലീനയുടെ മൊഴി കൂടി കിട്ടി രോഹിത്തിനെയും ഹരിയെയും കൂടി അട്ടപ്പട്ടലം പൂട്ടാനായിട്ടാണ് പോലീസുകാർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഓരോരോ കാര്യങ്ങളും ഓരോരോ ചോദ്യങ്ങൾ അലീനയോട് ചോദിക്കുന്നത്. എന്നാൽ ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി അലീന പറയുമ്പോഴും നീ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്, സാറിന് കൃത്യമായിട്ടുള്ള മറുപടിയല്ലേ ഞാൻ തരുന്നത്, എന്നാൽ നീ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം, നിന്നോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നീ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, കൃത്യമായിട്ടുള്ള മറുപടി തരുന്നില്ല എന്ന് പറയുമ്പോൾ സാറിന് എന്ത് മറുപടിയാണ് ഞാൻ കൃത്യമായിട്ട് തരാതിരുന്നത്, ഞാൻ എല്ലാ മറുപടിയും കൃത്യമായിട്ട് തന്നെയാണ് തരുന്നത്, പിന്നെ എന്താ പ്രശ്നം എന്നാണ് അലീന ചോദിച്ചത്. പക്ഷെ അത് അവർക്ക് സഹിച്ചില്ല, അത് അവർക്ക് പിടിച്ചില്ല. അലീനയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട്, കൃഷ്ണമോള് പേടിച്ചപ്പോ, മോള് പേടിക്കണ്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പോൾ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ പോയതുപോലെ തന്നെ ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരും എന്ന് കൃത്യമായിട്ട് അലീന കൃഷ്ണയോട് പറഞ്ഞതിന് ശേഷമാണ് വണ്ടിയിൽ കയറി പോകുന്ന സമയത്തും ചെറിയ പേടിയല്ല, അതായത് അവരെന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്, ഇനി എന്ത് കള്ളക്കേസ് കൊടുക്കാനാണോ എന്നൊക്കെയുള്ള ഒരു പേടി അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. കൃഷ്ണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ രേവതിക്കുട്ടി ചേച്ചിയെ വിളിച്ചിട്ട് കുറേ നാളായല്ലോ, അലീന ചേച്ചി ആണെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല, ചേച്ചി ഒന്ന് വിളിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ച് വിളിച്ചപ്പോഴാണ് അലീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യവും അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ രേവതിക്കുട്ടി അറിയുന്നത്. ഉടൻ തന്നെ ഇത് മാമച്ചനെയും പിന്നെ ഗ്രേസി ആന്റിയെ അറിയിച്ചു. അത് അറിയിച്ച് ഉടനെ തന്നെ അവർക്കും ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹരിയും രോഹിത്തും തെറ്റ് ചെയ്തു, അവരെ കുടുങ്ങിയതിൽ കുഴപ്പമില്ല, എന്നാൽ അലീന ഇവിടെ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഗ്രേസി ആന്റി ചോദിക്കുന്നത്.
കുറച്ച് കഴിയുമ്പോൾ നീ ഒന്നുകൂടി അലീനെ വിളിക്കണം. അലീനയ്ക്ക് ഒരു വീട്ടുകാരിയായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അലീനയ്ക്ക് ആരും ഇല്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് അവരെന്തും ചെയ്യാം, എന്ത് തോന്നിയവാസം വേണമെങ്കിലും ചെയ്തു കൂട്ടാം. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നീ അലീനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് അലീന കോൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നീ പറയാനാണ് മാമച്ചൻ പറയുന്നത്. പക്ഷേ രേവതിക്കുട്ടി ഉടൻ തന്നെ മനുവിനെ വിളിച്ചു പറയാനായിട്ട് കൃഷ്ണമോളോട് ആവശ്യപ്പെട്ടു. എന്നാൽ മനുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കി കൃഷ്ണമോൾ പെട്ടെന്ന് തന്നെ മനുവിനെ വിളിച്ച് പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പോലീസ് വനിതാ കോൺസ്റ്റബിൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ അവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ, നിന്റെ നഗ്നചിത്രങ്ങൾ എടുത്തോ, നിന്റെ നഗ്നചിത്രങ്ങൾ എടുത്തു എന്നാണല്ലോ അവർ എന്നോട് പറഞ്ഞത്. പക്ഷെ അലീന പറഞ്ഞു, എന്നോട് ആരും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, എന്റെ നഗ്നചിത്രങ്ങൾ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അവരങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് വീണ്ടും വീണ്ടും ആ പോലീസുകാർ ആവർത്തിച്ചു. എന്നാൽ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് നല്ല കൃത്യമായിട്ട് ബോധമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്, അതുകൊണ്ട് കൂടുതൽ ആരൊന്നും പറയണ്ട എന്ന് വീണ്ടും അലീന പറഞ്ഞു. എന്നാൽ ആ പോലീസുകാരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ കെട്ടുകഥകൾ തന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പോലീസ് സ്റ്റേഷനിൽ എത്തിയ പാടെ തന്നെ അവിടെ ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി അലീനയെ വളഞ്ഞു. പിന്നെ ഒരു വിധത്തിലാണ് പോലീസുകാർ അലീനയും കൊണ്ട് അകത്തേക്ക് പോയത്. അകത്തേക്ക് ചെന്നതിന് ശേഷവും ഹരിയെയും രോഹിത്തിനെയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ അലീനയിൽ നിന്ന് ശേഖരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അലീനയെ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ താൻ തെറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ ആരുടെ മുന്നിലും തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് കൃത്യമായിട്ട് തന്നെ അലീന പറയുന്നത്. എന്നാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? കൃഷ്ണമോള് ഇപ്പോൾ മനുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മനു എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ കമല തടഞ്ഞിട്ട് നീ ഒരിടത്തേക്കും പോകണ്ട, നീ ഒരാളുടെ കാര്യത്തിൽ ഇടപെടണ്ട, നിനക്ക് അലീനയാണോ ഞാനാണോ വലുതെന്നൊക്കെ പറഞ്ഞ് കമല ചോദിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് എപ്പോഴും അമ്മയ്ക്കൊപ്പം തന്നെ എനിക്ക് അവളും വലുതാണ് എന്ന് പറഞ്ഞ് അലീനയെ കാണാനായിട്ട് മനു വീണ്ടും പോയി. എന്നാൽ മനുവിന് അലീനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? ഇനി എന്തൊക്കെ കെട്ടിച്ചമച്ച കഥകളായിരിക്കും പോലീസുകാർ അലീനയുടെ തലയിൽ വെച്ച് കെട്ടാൻ പോകുന്നത്? ഒടുവിൽ തന്റെ അനിയനെ രക്ഷിക്കാനായിട്ട് അലീന എന്ത് കടുങ്കൈ ചെയ്യുമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.